അനർഗാമത്തുമല എടുത്തു കെട്ടി മാണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി വരയ്ക്കൽ മോതിരത്താൽ വിരലും വരയ്ക്കൽ. ദേവേച്ചേ, നിങ്ങളുടെ കുടുംബശ്രീയുടെ ഒപ്പന പരിപാടി എന്നായിരുന്നു? പരിപാടി മറ്റന്നാളായിരുന്നു. അത് തൊഴിലുറപ്പുള്ളത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും കൂടുന്നില്ല. അതിനുള്ള സമയം കിട്ടുമ്പോ അങ്ങ് മുട്ടിവിടുക. പറഞ്ഞതിനൊന്നും തോന്നരുത്. തൊഴിലുറപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണോ, അല്ലാണ്ട് ഒപ്പന കൂട്ടി ഇരിക്കരുത്. മനസ്സിലായോ? ദേവിയെ ഒന്നിങ്ങോട്ടേക്ക്. ബലി ലേശം അഹങ്കാരം കൂടുതലാ, ലേശം മാനസികമായിട്ടങ്ങ് തകർത്താലോ. അത് ഞാനിപ്പൊ ശരിയാക്കി തരാം. അല്ല രാകേഷ്, 34 വയസ്സായില്ലേ എനിക്ക്? ഇനിയും എനിക്കൊരു പെണ്ണ് കിട്ടാനുള്ള യോഗ ആയിട്ടില്ലേ? ഇനിയിപ്പം പെണ്ണൊന്നും കിട്ടാൻ പോകുന്നില്ല. തലയിലെ മുടിയും പോയി, അണ്ണാക്കിലെ 2 പല്ലും പോയി. ഇനിയിപ്പം പെണ്ണ് കിട്ടും. അത് മാത്രല്ലോളെ, ഇവന്റെ അപ്പുറം പഠിച്ചോലൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയിക്ക്. ഇവൻ നമ്മളെപ്പുറം തൊഴിലുറപ്പിന് വരേണ്ട ഒരു ഗതികേടായിപ്പോയി. ദേവിയെ മതി, തകർന്ന്. കുറച്ചുകൂടി പറഞ്ഞ അത് നിലവിളിക്കും. മതി, നിർത്തിക്കാളി. ഹലോ ചേച്ചിമാരെ, എന്താ തൊഴിലുറപ്പില്ല? ഞാനേ എൻ്റെ കമ്പനീൻ്റെ പുതിയ സാരികളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണേ. സാരി ഒന്ന് നോക്കട്ടെ. ലാസ്റ്റ് 2 പീസാ. അതുകൊണ്ട് ചേച്ചിക്ക് ഇത് 300 റുപ്യക്ക് തരാം, 2 എണ്ണം. 300 റുപ്യക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എന്നാ ഇത് 2 എനിക്കിങ് വേണം. ഇതാ അപ്പൊ 300 റുപ്യന്റെ സാരി. ഞാൻ ഇന്നലെ നടുവണ്ണ ഒരു 300 റുപ്യക്ക് 4 സാരി വാങ്ങിക്കറിയില്ലേ. ഇതാ കൊടുത്തേക്കുമ്പോ നടുവണ്ണ വാങ്ങാം. എന്നാ പിന്നെ അവിടുന്ന് വാങ്ങല്ലേ ദേവേച്ചിയെ? നടുവണ്ണൂരിന്ന് എനിക്ക് വേണ്ട കേട്ടോ. കഥീസ്ത, ഇത് വെറും തട്ടിപ്പാന്ന്. എമ്മക്ക് നടുവണ്ണൂർ പോയിട്ട് വാങ്ങാ. അതാണല്ലേ ഈ വയറിനെന്തോ കിടക്കി. ഞാനൊന്ന് അങ്ങോളം പോയിട്ട് വരട്ടോ. എടാ അവിടെ നിക്ക്. ഞാൻ സാരിക്ക് 300 റുപ്യല്ലേ പറഞ്ഞ്? സാരി 2 എനിക്ക് വേണം. ആ ഇന്ന ചേച്ചിയാ, എന്നാ പൈസ. വല്ലാതെ തള്ള തന്നെ. പുളിക്കൂല ദേവി. എന്തൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതെന്ത് കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചാലും അത് ഞാൻ നേടിയെടുക്കും. ദേവിയോടാ കളി.